കാവേരി പട്ടണത്തിലെ പുഹാർ സമൃദ്ധിയും സൗന്ദര്യവും നിറഞ്ഞ ഒരു മഹത്തായ നഗരം. അവിടെ ജീവിച്ചിരുന്നത് ധനിക വ്യാപാരിയുടെ മകനായ കോവലൻ. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷത്തിൽ അവൻ അതിസുന്ദരിയായ കണ്ണകിയെ വിവാഹം ചെയ്തു. സ്നേഹവും സന്തോഷവും നിറഞ്ഞ ദിവസങ്ങൾ, ഒരുമിച്ചുള്ള ഒരു മനോഹര ജീവിതം. പക്ഷേ വിധി ശാന്തമായ ആ ജീവിതത്തെ മാറ്റിമറിച്ചു. മാധവി എന്ന നർത്തകിയെ കണ്ട ദിവസം എല്ലാം മാറി. അവളുടെ നൃത്തം, അവളുടെ സൗന്ദര്യം കോവലന്റെ മനസ്സ് കീഴടക്കി. ആ പ്രണയം അവനെ കണ്ണകിയിൽ നിന്നകറ്റി. അതേസമയം കൊട്ടാരത്തിനുള്ളിൽ ഏകാന്തതയിൽ വേദനിച്ചു നിന്നു കണ്ണകി. സ്നേഹത്തിനായി തന്റെ സമ്പത്ത് മുഴുവൻ കോവലൻ ചെലവഴിച്ചു. ഒടുവിൽ എല്ലാം നഷ്ടമായി. ശൂന്യമായ ജീവിതം മാത്രം ബാക്കി. തന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞപ്പോൾ അവന്റെ ഹൃദയം തകർന്നു. പശ്ചാത്താപത്തോടെ അവൻ വീണ്ടും കണ്ണകിയുടെ മുന്നിലേക്ക് മടങ്ങി. വേദനയോടെങ്കിലും അനന്തമായ സ്നേഹത്തോടെ കണ്ണകി അവനെ സ്വീകരിച്ചു. നീ എന്റേത് മാത്രമാണ്. ഈ ചിലമ്പ് നമ്മുടെ അവസാന പ്രതീക്ഷയാണ്. പുതിയ ജീവിതം തേടി അവർ മധുരയിലേക്ക് യാത്രയായി. അന്നത്തെ രാജാവ് ശക്തനും നീതിമാനുമെന്ന് കരുതപ്പെട്ട നെടുഞ്ചെഴിയൻ. മഹാരാജാവേ, രാജ്ഞിയുടെ ചിലമ്പ് മോഷണം പോയി. എന്റെ ചിലമ്പ് എവിടെ? മധുരയിലെ ചന്തയിൽ കോവലൻ തന്റെ ചിലമ്പ് വിൽക്കാനെത്തി. അവിടെ ഒരു ദുഷ്ടനായ പൊന്നുതട്ടാൻ ആ ചിലമ്പ് ശ്രദ്ധിച്ചു. അവന്റെ കണ്ണുകളിൽ ലാഭലോഭം തെളിഞ്ഞു. കപടമായി അവൻ ചിലമ്പ് പരിശോധിക്കാനെടുത്തു. കോവലൻ അറിഞ്ഞാതെ അത് കൈവശപ്പെടുത്തി. ഇവനാണ് കള്ളൻ. മഹാരാജാവേ, ഈ ചിലമ്പ് റാണിയുടേതാണ്. അവൻ മോഷ്ടിച്ചതാണ്. അവനെ വധിക്കൂ. ആജ്ഞാപനം. മഹാരാജാവിന്റെ കൽപ്പന അനുസരിക്കും. ഞാൻ നിരപരാധിയാണ്. കോവലൻ, രാജാവിന്റെ മുന്നിൽ അവൾ നിലകൊണ്ടു. എന്റെ ഭർത്താവ് നിരപരാധിയാണ്. തന്റെ ചിലമ്പ് അവൾ പൊട്ടിച്ചു. രത്നങ്ങൾ സത്യം പോലെ ചിതറി വീണു. രാജ്ഞിയുടെ ചിലമ്പിൽ നിന്ന് മുത്തുകൾ വീണു. അപ്പോഴാണ് സത്യം വെളിവായത്. രാജാവിന്റെ മനസ്സ് വിങ്ങി. ഞങ്ങൾ വലിയ തെറ്റു ചെയ്തു എന്നവൻ സമ്മതിച്ചു. പശ്ചാത്താപം അവരുടെ അവസാനമായി. എന്നാൽ കണ്ണകിയുടെ ക്രോധം ശമിച്ചില്ല. വേദനയും അന്യായവും അവളെ ശക്തിയാക്കി. അവളുടെ ശബ്ദം ദിവ്യമായ ശക്തിയായി മാറി. മധുര വെണ്ടുപോകട്ടെ. അവളുടെ ശാപം നഗരത്തെ വിറപ്പിച്ചു. തീയുടെ ജ്വാലകൾ മധുരയെ വിഴുങ്ങി. ജനങ്ങൾ നിലവിളിച്ചു. നഗരം നശിച്ചു. ഒടുവിൽ നിശബ്ദത മാത്രം ബാക്കി. അപ്പോൾ ദിവ്യപ്രകാശത്തിൽ മീനാക്ഷി ദേവി പ്രത്യക്ഷപ്പെട്ടു. കണ്ണകി, ശാന്തമാവൂ എന്ന് സ്നേഹത്തോടെ വിളിച്ചു. ശാപം പിൻവലിക്കൂ. ദേവിയുടെ വാക്കുകൾ അവളുടെ ഹൃദയത്തെ സ്പർശിച്ചു. കണ്ണകി ശാന്തമായി. ശരി, അവസാനിപ്പിച്ചു. തീയണഞ്ഞു. നിശബ്ദത ശാന്തിയായി. ഞാൻ എന്റെ ശാപം പിൻവലിക്കും. വേദനകളെല്ലാം വിട്ടൊഴിഞ്ഞ് മോക്ഷത്തിലേക്ക്. എനിക്കിപ്പോൾ ശാന്തിയാണ്. എന്നേക്കും തോൽക്കില്ല.